വെറുതെ ഒന്ന് ഒഴിച്ചാൽ വെട്ടിത്തിളങ്ങുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല. പ്രത്യേകിച്ച് ഞാനല്ലേ പറയുന്നത്, അതുകൊണ്ട് ഒട്ടും വിശ്വസിക്കില്ല. ചിരട്ട AC ആക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതല്ലേ. കുറേ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട് ആറ്റയൊക്കെ വെറുതെ പോയിന്ന്. പക്ഷേ ഇത് അതുപോലെയല്ല. ഇതെന്തായാലും പറ്റിയ സമയം ഇതാണ്. കാരണം വിഷയമല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം ഒന്ന് വെട്ടിത്തിളങ്ങണമല്ലോ. എന്തൊക്കെയാണ് വെട്ടിത്തിളങ്ങേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കണിയൊക്കെ വെക്കാനുള്ളതല്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ കാണണ്ടേ, എൻ്റെ കൂടെ കുടിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഒഴിച്ച് കഴുകാൻ പോകുന്ന പാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ഒട്ടുപാത്രങ്ങളൊക്കെ ഉരച്ച് കഴുകേണ്ട ആവശ്യം ഇനിയില്ല, ഒഴിച്ച് കഴുകാം കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നല്ല, ഇതുപോലെ ഞാൻ നല്ലൊരു പഴകിയൊരു പാത്രം കേട്ടോ. നല്ല പഴകിയതാണ്, കറയും കുത്തും ഒന്നും പോകില്ല, അങ്ങനത്തെ ഒരു പാത്രമാണ്. പിന്നെ ഞാൻ അന്ന് ഇഷ്ടിയൊക്കെ ഇട്ട് തേച്ചപ്പോൾ നല്ല വൃത്തി വന്ന് അതേപോലെ ഒരു ഐറ്റം കൊണ്ടാണ് വന്നേക്കണത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പുളി വേണം കേട്ടോ. നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങളാണ്, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. പുളി, ചെറുനാരങ്ങ നീര്, അതുപോലെ തന്നെ നമ്മളെ ഉപ്പും, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങക്ക് പിശുക്കൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ പഴകിയ ചെറുനാരങ്ങ ആയാലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ചെറുനാരങ്ങ അല്ലെങ്കിൽ അതിൻ്റെ തോടൊക്കെ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്ക് ചെറുനാരങ്ങ എടുത്തിട്ട് അതിനകത്തേക്ക് എത്രയും പിഴിഞ്ഞ് ഒഴിക്കുക. ഞാൻ പറഞ്ഞ പോലെ പിശുക്കൊന്നും കാണിക്കേണ്ട, അങ്ങോട്ട് ഒഴിച്ച് വെക്കുക. അപ്പോൾ ഞാനൊരു 2 ചെറുനാരങ്ങയും ഒരു പകുതി മോശമായതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ ആ പുളിയിലൊക്കെ തന്നെ അത് പിഴിഞ്ഞൊഴിച്ച് പിന്നെ ഇത്തിരി കല്ലുപ്പും അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1-1.5 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ സാധനം, വേറെ ഒന്നും നമുക്ക് ചെയ്യാനൊന്നുമില്ല. നമ്മളിനി ഒരച്ച് കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യവുമില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും എന്നെ എന്തായാലും ഇത് വിജയിക്കില്ല എന്ന് പറയുന്നതുകൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും വിജയിക്കുന്നൊരു ഐറ്റം ആയിട്ടാണ് വന്നേക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും വിഷുവും കാര്യങ്ങളൊക്കെ അല്ലേ. എനിക്കാണെങ്കിൽ ഇതിങ്ങനെ കയ്യിലിരുന്നിട്ട് ഒഴിച്ചങ്ങാട് കഴുകാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായിട്ടും വയ്യ കേട്ടോ. അപ്പോൾ നല്ലോണം പതച്ച് വന്നപ്പോൾ മുതൽ ഞാൻ ഈ സാധനവും പിടിച്ചിട്ട് ലേശം ഒന്നിങ്ങനെ നോക്കുകയാണ്, നിങ്ങളെ കാണിക്കാണ്ട് അത് നോക്കാമെന്ന്. പക്ഷേ ഇല്ല, സത്യസന്ധമായിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തായാലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്ന് ചിരട്ട AC ആക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത് നോക്കാണ്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ സംഭവം ശരിയാണോ ഇല്ലയെന്ന്. അതുകൊണ്ടാണ് ചെയ്ത് നോക്കിയിട്ട് അല്ലാന്ന് എനിക്ക് കിട്ടിയത് അത് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തന്നെയാണ് ഒഴിക്കണത് കേട്ടോ. അതിന് നിങ്ങൾ വിചാരിക്കേണ്ട വേറെ എന്തോ ഒഴിച്ചതാണെന്ന് വിചാരിക്കേണ്ട, അത് തന്നെയാണ് ഒഴിക്കണത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒഴിക്കുകയാണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഇത് എടുക്കുമ്പോൾ ആരും ഇല്ലേം താനും എൻ്റെ അടുത്ത് നിന്ന് ക്യാമറ എടുത്തരാൻ വേണ്ടി എൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് ഞാൻ എടുക്കുന്നതാണ്. പക്ഷെ ഒഴിക്കുന്ന ആ സമയത്ത് തന്നെ ഒഴിക്കുന്ന ആ സ്ഥലത്ത് തന്നെ എല്ലാം പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നിയിട്ടുണ്ട്. വെറുതെ നമ്മൾ തിരുമാണ്ട് തന്നെ നമ്മളൊന്ന് ഒഴിച്ച് കളയുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ എനിക്കത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് കാണിക്കേണ്ടത് എന്നുള്ളൊരു പരാക്രമത്തിലാണ് ഞാൻ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി മറിച്ചതാണ് ഞാൻ കാണിച്ചതാണ്. ഇപ്പോൾ ഈ ഭാഗമൊക്കെ നല്ല കറുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാമറയിൽ കുറച്ചും കൂടി വെട്ടമൊക്കെ കാണുന്നുണ്ട്, പക്ഷേ അത്രയും കൂടി ഇല്ല കേട്ടോ. പക്ഷേ നല്ല കറുപ്പാണ്. ഇത് ഞാൻ ഒന്നും കൂടി ഒഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ വെള്ളം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ളൊരു പാത്രം വെച്ചതാട്ടോ. ഇനിയിങ്ങനെ ഒഴിച്ചു. ഇനിയിപ്പോൾ ഇത് ഒഴിച്ച് പകുതി ആകുമ്പോഴേക്കും തന്നെ നല്ല കളർ ഇങ്ങോട്ട് വരിക കേട്ടോ. ഭയങ്കര അതിശയമായിട്ടാണ് സംഭവം. അടിപൊളിയൊരു സംഭവമാണ്. നമ്മൾ വിഷുവായിട്ട് എന്തായാലും കണി വെക്കുമ്പോൾ കൃഷ്ണൻ്റെ മുന്നിൽ നല്ല വെട്ടി തിളങ്ങി അങ്ങോട്ട് ഇരുന്നോട്ടെ. നമ്മളെ പ്ലേറ്റ്, നമ്മളെ ഇതുപോലുള്ള പിച്ചളേൻ്റെ പാത്രങ്ങളായാലും ഓടിൻ്റെതായാലും വിളക്കുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല തിളങ്ങി അങ്ങ് മറിയും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്നിൽ പരീക്ഷിച്ച് നോക്കിക്കോ. ഞാൻ ആ ഗ്യാപ്പുകളൊക്കെ ഒന്ന് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വിലക്കഷ്ണം എടുത്തിട്ട് വെറുതെ ഒന്ന്, ഞാൻ ഒരു ഭാരവും കൊടുത്തിട്ടില്ല, ഒരു വെയിറ്റും കൊടുത്തിട്ടില്ല, വെറുതെ ഒന്ന് ഇതുപോലെ ഒന്ന് ആ വരക്കൊക്കെ ഒന്ന് വലയിട്ടിട്ട് വെറുതെ ആ വെള്ളം മുക്കിയിട്ട് ഒഴിച്ചതേ ഉള്ളൂ. ഒരു ലോഷനോ കാര്യമോ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ട് കറക്റ്റ് നല്ല നല്ല അടിപൊളിയായിട്ട് വെളുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ വെളുക്കുമ്പോൾ പിന്നെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആവില്ല. ഞാനൊന്ന് ഇങ്ങനെ പുറത്തൊക്കെ പിടിച്ചിട്ട് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സംഭവം നല്ല വിജയമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയതിനിടയിൽ കൂടി ഞാൻ എന്ത് ചെയ്ത് പോയിട്ട് വേറെയും നമ്മളെ വിളക്കും അതുപോലെ തന്നെ കിണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞു കിണ്ടി, അതൊക്കെ എടുത്തിട്ട് വന്ന്. അതിന് മുന്നേ അമ്മനോട് പറഞ്ഞതാ ആ കരി പോലത്തെ ആ പാത്രം നോക്കിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ അത് എടുത്തിട്ട് ഇതെന്താ സംഭവിച്ചത് നമുക്ക് അതിശയമായിട്ടാണ്. അങ്ങനെ ഞാൻ വിളക്കും പോക്കിയിട്ട് വന്നിട്ടുണ്ട്. അതും ഒന്ന് ഒഴിച്ച് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കുറച്ചധികം വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ മുക്കിയിട്ടാലും മതി കേട്ടോ. മുക്കിയിട്ട് വെറുതെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി എടുത്താൽ സംഭവം. കിണ്ടി അതിലും വലിയ അതിശയമായിട്ടാണ്. കിണ്ടിക്ക് ഒഴിക്കുന്നേരം ഇങ്ങനെ വെളുത്ത് വരുന്ന കേട്ടോ. നമ്മളങ്ങനെ ഒരു കെമിക്കലോ കാര്യമോ ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിചാരിക്കാം ആ കെമിക്കലിൽ ഇങ്ങനെ ശരിയാവും. ഇതിപ്പോൾ പുളിയും ചെറുനാരങ്ങ നീരുമാണല്ലോ മെയിൻ. നമ്മളെ ചെറുനാരങ്ങ നീര് തന്നെ കേട്ടോ നമ്മളെ ബെസ്റ്റ് സാധനം. ഒഴിക്കുന്നതിന് എനിക്കിങ്ങനെ നല്ല നിറമായിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട. ഈ വിഷുവായിട്ട് ഇതൊക്കെ തന്നെ ഒന്ന് പരീക്ഷിച്ചാൽ മതി. ഇനി ചാരോ വെണ്ണീരോ അങ്ങനെ ഇതൊന്നും ഇട്ടിട്ടോ അരച്ച് നമ്മളെ കൈയൊന്നും കളയാൻ നിൽക്കണ്ട.
ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ നോക്കി കറക്റ്റ് കാണുന്നുണ്ട് നിങ്ങളെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വിജയിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ട. അളിഞ്ഞ സാധനമെല്ലാം കൊണ്ടുവന്നിട്ട് എൻ്റെ ഡാറ്റയൊക്കെ പോയി നശിപ്പിച്ചു തന്നു. ആകെ ഒരു 5 മിനിറ്റ് വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും പരീക്ഷിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പോൾ ഞാനിതാ വിജയിച്ചിരിക്കുന്നു. വിജയത്തിൻ്റെ ചെറിയൊരു പ്രൗഢിയിൽ തന്നെ അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.